വളരെ യാദൃച്ഛികമായിട്ട് ധന്യമീ ജീവിതം സംസാരിക്കുമ്പോൾ എന്തോ ഒരു മാല എന്നൊരു വാക്കെന്തോ വന്നു. അപ്പൊ അന്നത്തെ ദിവസം ഞാൻ ധരിച്ച ചുവന്ന മാലയെ കുറിച്ച് എന്തോ പറഞ്ഞു. അപ്പൊ തുടർച്ചയായിട്ട് അത് തീർന്നില്ല. അപ്പൊ മഞ്ഞ നിറമുള്ള മാല എന്താണ് എന്നും പറഞ്ഞു. ഇത്രയും പറഞ്ഞു നിർത്തി. അടുത്ത എപ്പിസോഡ് എടുക്കുന്ന സമയത്ത് ഇതെല്ലാം സംവിധാനം ചെയ്യുന്ന വ്യക്തി പറയാണ്, അല്ല ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇനി ബാക്കിയുള്ളതും കൂടി അത് മുഴുവനായിക്കോട്ടെ. അപ്പൊ ബാക്കി നിറങ്ങളെക്കുറിച്ചും പറയുകയാണ്. മഞ്ഞ ഭൂമിതത്വം ആണ്. ഭൂമിയുടെ നിറമാണ് മഞ്ഞ. ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ദേവതകളുണ്ട്. എല്ലാ ദേവതകളും ഭൂമിയായിട്ട് ബന്ധപ്പെട്ടാണ്. പക്ഷെ ഇത് പറയുമ്പോൾ ഒന്ന് പ്രത്യേകം പറഞ്ഞതേ ഉള്ളൂ. ആ കൂട്ടത്തിൽ മഞ്ഞള് വരും. അതാണ് മഞ്ഞളിന്റെ പ്രാധാന്യം. കൃഷ്ണന്റെ മഞ്ഞപ്പട്ട എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ വരുമ്പോ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. ഭൂമി കഴിഞ്ഞാൽ ജലതത്വം ആണ്. ജലത്തിന് നിറമില്ല എന്ന് പറയാം, രണ്ടും പറയേണ്ടി വരും. ചിലപ്പോ ജലത്തിന് നിറമില്ല എന്ന് പറയേണ്ടി വരും, ജലത്തിന് നിറമുണ്ട് എന്നും പറയേണ്ടി വരും. ശാസ്ത്രീയമായിട്ട് പറയുമ്പോൾ തന്നെ പല ഏംഗിളിൽ നമുക്ക് പലതും പറയേണ്ടി വരും. ശരീരത്തിൽ 90% രക്തമാണ്, വെള്ളം ആണ്. ഇതിന്റെ അതേ രൂപമാണ് പ്രകൃതിയിൽ. 90% വെള്ളം. ആ സമുദ്രത്തിന്റെ അത്ര കരയില്ലല്ലോ, സമുദ്രത്തിൽ മുഴുവൻ വെള്ളം. പുഴ വേറെ, പിന്നെ സകലേറ്റിലും വെള്ളമാണ് ജലതത്വം. അപ്പോ വെള്ളത്തിന് വലിയ പ്രാധാന്യം ഉണ്ട്. അതിന്റെ നിറം വെള്ളയായിട്ട് നമ്മൾ പറയണു. അതിനാൽ ആണ് വെള്ളം എന്ന് വിളിക്കുന്നത്. താമസസ്ഥലത്തിന് ചുറ്റും വെള്ളം ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ താമസിക്കാവൂ. അത് ശുദ്ധജലം ആവണം എന്നുള്ള വേറെ കാര്യം. ഇന്ത്യയിലത്തെ വൻ നഗരത്തില് മലിനജലത്തിന്റെ ഒരു തടാകമുണ്ട്. അതിന്റെ ചുറ്റുമാണ് കെട്ടിടങ്ങൾ വെച്ചിട്ട് ആളുകൾ താമസിക്കുന്നത്. അത് വേറെ വിഷയം. ശുദ്ധജല തടാകം നമ്മുടെ ചുറ്റും ഉണ്ടാകുന്നു. എന്തിനാണ് അത്? വീടായാൽ കിണർ വേണം, കുളം വേണം. 4 കുളമൊക്കെ ഉള്ള വീടുകൾ ഉണ്ടായിരുന്നു. 4 കുളമൊക്കെ. എന്റെ അച്ഛൻ പുതിയടത്ത് പ്രഭാകരമേനോൻ എന്നാണ് പേര്, അദ്ദേഹമില്ല. കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരത്തായിരുന്നു അദ്ദേഹത്തിന്റെ വീട്. ബാല്യത്തിൽ പുതിയടത്ത് എന്നുള്ള വീട്ടിൽ ചെല്ലുമ്പോൾ 4 ഭാഗത്തും 4 കുളമാണ്. ഒന്ന് പാത്രം കഴുകാനുള്ളത്, ഒന്ന് കുളിക്കാനുള്ളത്, ഒന്ന് വസ്ത്രം തിരുമ്പാനുള്ളത് എന്നൊക്കെ അച്ഛമ്മയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അങ്ങനെ ചുറ്റും വെള്ളം കെട്ടി നിൽക്കുമ്പോ നമ്മളെ സ്വാധീനിക്കുന്നു. ഈ കാരണം കൊണ്ടാണ് പുഴക്കരയിലെ ആളുകൾ താമസിക്കുന്നത്. നദീതട സംസ്കാരം കേട്ടിട്ടുണ്ടാവും. നദിയുടെ വക്കത്തെ ആളുകൾ താമസിക്കുന്നു. കൃഷി ചെയ്യാൻ നദിയിലത്തെ വെള്ളം വേണം, കുടിക്കാൻ വെള്ളം വേണം, അതൊക്കെ ആവശ്യമാണ്. അതുമാണ്. അതിന് പകരം കാട്ടിൽ പോയി താമസിച്ചാൽ ശരിയാവില്ലല്ലോ. അവിടെ ഇങ്ങനെ വെള്ളം കിട്ടിക്കൊള്ളണമെന്നില്ലല്ലോ. അപ്പൊ നദിക്കരയിൽ ആളുകൾ താമസിച്ചു. ആ താമസിച്ചിട്ട് ഒരു കൾച്ചർ ഉണ്ടായി.
അതാണ് നദീതട സംസ്കാരം. കൃഷ്ണനായിട്ട് ബന്ധപ്പെട്ട ഒക്കെ നദിക്കരയിലായിരിക്കും. ദ്വാരക, ചുറ്റും വെള്ള ഇപ്പൊ പോയാലും കൃഷ്ണന്റെ പ്രധാനപ്പെട്ട ദേവാലയങ്ങളൊക്കെ എടുക്കും. ഗുരുവായൂര്, ആ ഗുരുവായൂർ എന്ന് പറഞ്ഞാൽ വിഗ്രഹം ശബ്ദത്തിലൂടെ ഒഴുകി വന്നതാണ് എന്നാണ് പറയുന്നത്. ഇപ്പോ അതിന്റെ ചുറ്റും പശ്ചാത്തലങ്ങളൊക്കെ മാറിയതിനാൽ നേരെ മുമ്പില് പണ്ട് കായലിന്റെ ഓരത്തായിരുന്നു ഗുരുവായൂർ ക്ഷേത്രം. അതൊക്കെ ഇപ്പൊ മാറി. കൃഷ്ണ ദേവാലയങ്ങളും കൃഷ്ണ സാന്നിധ്യമൊക്കെ നദിക്കരയിലാണ്, യമുന നദിക്കരയിലാണ് കൃഷ്ണ കഥകളൊക്കെ ഉള്ളത്. ഈ ജലം ചുറ്റുമുണ്ടാകണമെന്ന് പറയാൻ ആ ജലം നമ്മളിൽ ഒരു ഗുണമുണ്ടാക്കും. ആ ഗുണത്തിന്റെ പേരാണ് കാരുണ്യം. കാരുണ്യം എന്ന ഗുണം നമുക്കുണ്ടാകണം. എന്തെങ്കിലും കാരണവശാൽ ടെറസ് എന്ന കെട്ടിടം ചുറ്റും വെള്ളമില്ല, കുളമില്ല, ഒന്നുമില്ല, ഒരു മൺപാത്രത്തില് വെള്ളം നിറച്ച് അടുത്ത് വെക്കുന്നത് നല്ലതാണ്. നമ്മളിൽ ഈ കാരുണ്യം എന്നുള്ള ഗുണം ഉണ്ടാകും. ചില ഹോട്ടലിലേക്കൊക്കെ കയറി ചെല്ലുമ്പോ അതൊരു ഫാഷനായിട്ടാണ് അവർ ചെയ്യണത്. വലിയൊരു പാത്രം, കോഴിക്കോടൻ ഭാഷ പറഞ്ഞ ചരക്കെന്നാ പറയാ, സദ്യ ഉണ്ടാക്കുന്നു. അതിൽ കംപ്ലീറ്റ് വെള്ളം ഒഴിച്ചു വെച്ച് അതിൽ കുറച്ച് പൂക്കളും ഇടാറുണ്ട്. നമ്മുടെ വീട്ടിനകത്ത് കുളമോ കിണറോ ഇല്ലെങ്കിൽ ഒരു വലിയ പാത്രത്തില് വെള്ളം നിറച്ചവിടെ വെച്ചാൽ നമുക്കത് ഫീൽ ചെയ്യും. പെട്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യും. കോഴിക്കോട് സിറ്റി കൂടെ നമ്മളൊരു വാഹനത്തിലാണ് പോകണമെങ്കിൽ ആ മാനാഞ്ചിറ കുളത്തിന്റെ അടുത്ത് എത്തുമ്പോൾ നമുക്കത് മനസ്സിലാവുമല്ലോ. മാനാഞ്ചിറ കുളത്തിന്റെ അടുത്ത് എത്തുമ്പോൾ ഒരു പ്രത്യേക തണുപ്പും കുളിരും ഫീൽ ചെയ്യും. അപ്പൊ ചുറ്റും താമസിക്കുന്നവർക്കും ആ ഗുണം ഉണ്ടാവില്ലേ? ബസ്സിലാണ് കോഴിക്കോട്ടേക്ക് വരണമെങ്കിൽ, കാറിലോ ബസ്സിലോ വരാച്ച ഫറൂഖിൽ എത്തിയിട്ട് ആ പാലങ്ങളുടെ അവിടെ എത്തുമ്പോ ആ കാറിൽ ഇരിക്കുമ്പോ അവസ്ഥയൊന്നും മാറും. വെള്ളം കിട്ടാത്ത രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങളിലെ ദോഷത്തെ പറ്റി വിവരിക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ വിവരിക്കുന്നില്ല. വെള്ളം അടുത്തുള്ളവരുടെ ഗുണം പറയുമ്പോൾ മറ്റേന്റെ ദൂഷം പറയേണ്ടത് ഇതിന്റെ ഉത്തരവാദിത്തമല്ല, ചിന്തയ്ക്ക് വിടുകയാണ് ചെയ്യുന്നത്. ഈ വെള്ളം അടുത്തുണ്ടെങ്കിൽ കാരുണ്യം ഉണ്ടാവും. ചില വ്യക്തികളെ കാണാൻ ചെല്ലുമ്പോ അവരിങ്ങനെ ഇരിക്കുന്നുണ്ടാവും, വർത്താനം പറയും. മേശപ്പുറത്ത് ഒരു ചില്ല് ഗ്ലാസ്സിൽ ശുദ്ധജലം അവിടെ ഉണ്ടാവും. നന്നായിരിക്കും അത്. അവരിപ്പോ കുടിക്കാൻ വേണ്ടി വെച്ചാവാം, അല്ലാതിരിക്കാം, അടുത്തുണ്ടാവാം. അതിന്റെ നിറമാണ് വെള്ളം. ആ വെള്ളം എന്ന് പറയുന്നത് നമ്മൾ മാലയുടെ രൂപത്തിൽ ഇന്ന് സംസാരിക്കുന്ന മാലയുടെ ബേസ് പറയണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞത്. സ്ഫടികമാലയ്ക്ക് വളരെ ശക്തിവിശേഷമാണ് ഉള്ളത്. മാലകൾ വെച്ചിട്ട് എനിക്ക് പലപ്പോഴും ചിലവര് ഞാൻ ഏത് മാലയാ വാങ്ങേണ്ടതെന്ന് ചിലർ എന്നോട് ചോദിക്കും. ചില കേന്ദ്രങ്ങളിലെത്തും. ചോദിക്കുന്നവർ കുറവാണ്. ബാക്കിയുള്ളവർക്കൊന്നും ചോദിക്കാതെ തന്നെ അവരെന്തൊക്കെയോ വാങ്ങിയിടും കഴിച്ചിൽ. അല്ല, കാരുണ്യം കുറച്ച് കുറവായാലോ കുറഞ്ഞ രീതിയിൽ പ്രകടിപ്പിക്കുന്നവരോ വികൃതികളോ ആണെങ്കിൽ സ്ഫടികമാല ഗുണം ചെയ്യും. സ്ഫടികമാല അകത്ത് നനവുണ്ടാക്കും, കാരുണ്യം ഉണ്ടാക്കും. അവർക്ക് പ്രവചന ശക്തി കിട്ടും. അല്ല, ഞാൻ അങ്ങനെ ജ്യോത്സ്യനൊന്നല്ല. കേന്ദ്രമായ പ്രവചന ശക്തി അനുനിമിഷം നമ്മളുടെ കയ്യും കാലും ഒരു പ്രവചനം അനുസരിച്ചാണ് നീങ്ങുന്നത്. ഒരു ജ്യോത്സ്യൻ പ്രവചിക്കുന്നതിന്റെ 1 കോടി ഇരട്ടി ഒരു ഡ്രൈവ് ചെയ്യുന്ന ആളുടെ ബുദ്ധിയിൽ പ്രവചനം വരുന്നില്ലേ?
ജോത്സ്യൻ ശങ്കുണ്ണിയാരുടെ ജാതകം നോക്കിയിട്ട് പറയുന്നേ ഉള്ളൂ. ഇത് ഡ്രൈവ് ചെയ്യുമ്പോ ആ അപ്പുറത്ത് നിൽക്കുന്ന അയാൾ റോഡ് ക്രോസ് ചെയ്യാൻ സാധ്യതയുണ്ടോ എന്ന് ഇവിടെ ആലോചിക്കണ്ടേ? ജോത്സ്യനേക്കാൾ വലിയ പ്രയോജനം ഇവിടെ വരുന്നില്ലേ? ഡ്രൈവ് ചെയ്ത് വരുമ്പോ മറ്റേ വണ്ടി ഇങ്ങോട്ട് വരുമോ, മറ്റാൾ സ്പീഡ് കുറയ്ക്കുകയോ, അവിടെ അതാ ഒരു നായ നിൽക്കുന്നു, ആ നായ പെട്ടെന്ന് എടുത്ത് ചാടുവോ? ഡ്രൈവ് ചെയ്യുമ്പോ ഒരു ജീവിയും കൊല്ലരുത്, വാഹനം ഇടിക്കരുത്. വളരെ വലിയ പ്രവചനം നടക്കുകയാണ് ഈ സ്റ്റിയറിംഗ് പിടിച്ചിരിക്കുന്ന ആളുടെ. അതുകൊണ്ട് ഈ വെള്ള കളറിനും സ്ഫടികമാലയ്ക്കും വലിയ പ്രാധാന്യമുണ്ട്. സ്ഫടികം എന്ന് പറഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം കഥകൾ ഭാരതത്തിലുണ്ട്. സ്ഫടികമാല എല്ലാ മാലയും കൂടി ഒരാളുടെ കഴുത്തിൽ വീഴേണ്ട കാര്യമില്ല. ഇപ്പൊ തന്നെ താരതമ്യേന കാരുണ്യം ഒക്കെ ഉള്ള വ്യക്തിയാണെങ്കിൽ മാല മാറ്റാം. മഞ്ഞമാലയെ പറ്റിയിട്ടും വെള്ളമാലയെ പറ്റിയിട്ടും റെഡ് മാലയുടെ പ്രാധാന്യത്തെക്കുറിച്ചും പല ദിവസങ്ങളായിട്ട് ഞാൻ പറഞ്ഞു. ഇനിയും 2 നിറമുണ്ട്. അതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും പറഞ്ഞോളാം എന്ന് പറഞ്ഞ വാക്കുകൾ സംഭരിക്കുന്നു. നമസ്കാരം.